എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റി സെക്ഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ വീണ്ടും കഥയിലേക്ക് ഒന്നും കൂടി നോക്കുക, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദി സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്റ്റ് പെലായോസ് ഫാമിലി? ഓൾഡ് മാന് ഈ കഥയിലുള്ള പ്രാധാന്യം എന്ത്? എങ്ങനെയാണ് ആ ഓൾഡ് മാൻ്റെ സാന്നിധ്യം പെലായോയുടെ ഫാമിലിയെ അല്ലെങ്കിൽ പെലായോയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്? ആൻസർ, ഹി വാസ് ദ മേജർ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഹി റെപ്രസെന്റ് ദ സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് ഓൾസോ ദ ഹെൽപ്ലെസ് കണ്ടീഷൻ ഓഫ് ആൻ ഓൾഡ് മാൻ. ഡ്യൂ ടു ഹിസ് പ്രസൻസ് പെലായോ ബിക്കെയിം ഇമ്മെൻസ്ലി റിച്ച്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മൂലം പെലായോ വളരെയധികം ധനികനായി തീർന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി ടു ട്രേറ്റ്സ് ഓഫ് ദി ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. നിങ്ങളെ ആകർഷിച്ച ഓൾഡ് മാൻ്റെ എന്തെങ്കിലും രണ്ട് പ്രത്യേകതകൾ കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ്, ഹിസ് പേഷ്യൻസ് ആൻഡ് ഹിസ് പെർസിവിയറൻസ് ടു ഫ്ലൈ. പെർസിവിയറൻസ് എന്ന് പറയുന്നത് സ്ഥിരോത്സാഹം. അദ്ദേഹം വളരെയധികം ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് പറക്കാൻ പറ്റിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് എലമെന്റ്സ് ഓഫ് ദി സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? വൈ? ഈ കഥയിലെ ഏതൊക്കെ എലമെന്റ്സ് ആണ് നിങ്ങൾ മാജിക്കലായിട്ട് അല്ലെങ്കിൽ ഈ കഥയിൽ മാജിക് ഉണ്ട്, മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഏതൊക്കെയാണ്? ആൻ ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്, എ വുമൻ ഇൻ ദി ട്രാവലിംഗ് ഷോ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻടു എ സ്പൈഡർ, ഡോക്ടർ ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദി ഹാർട്ട് ഓഫ് ഓൾഡ് മാൻ. ഇനി ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ്റെ എൻഡിലായിട്ട് ഒരെണ്ണം കൂടി ഉണ്ടെന്ന് വൈ. എന്തുകൊണ്ടാണ് ഈ എലമെന്റ്സ് മാജിക്കലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നോർമൽ പീപ്പിൾ ഡിഡിൻ ഹാവ് ദീസ് ട്രേറ്റ്സ്. അല്ലേ, നമ്മൾ ഇതുവരെ വിങ്സ് ഉള്ള ഒരു ഓൾഡ് മാനെ കണ്ടിട്ടില്ല. അതുപോലെ ഇങ്ങനെ സ്പൈഡർ ആയിട്ട് മാറാൻ കഴിവുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ആ ഓൾഡ് മാൻ്റെ ഹൃദയത്തിൽ നിന്ന് ധാരാളം വിസിൽ പോലെ ശബ്ദം ഡോക്ടർ കേട്ടു. അപ്പം ഇതൊന്നും നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ മാജിക്കൽ എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ഓൾഡ് മാൻ പറക്കാൻ ശ്രമിച്ചു. അപ്പോൾ വിചിത്രമായ പല കാര്യങ്ങളും സംഭവിച്ചു. അതെന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം പറക്കാൻ ശ്രമിച്ചത്? He was very weak, so he knocking the ship down as he couldn't get a grip on the air, but later he managed to gain altitude. പലതവണ അദ്ദേഹം ശ്രമിച്ചു. വളരെ വീക്ക് ആയതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും തട്ടിത്തടഞ്ഞ് താഴേക്ക് വീണു. വളരെയധികം ശ്രമിച്ചതിനു ശേഷം ആ ഉയരത്തിലേക്ക് പറന്നു പൊങ്ങി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദി ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദി കോഴ്സ് ഓഫ് ടൈം? കാലത്തിന്റെ ഗതി അനുസരിച്ച് അല്ലെങ്കിൽ കാലക്രമേണ ഓൾഡ് മാൻ്റെ ആ ഒരു പ്രശസ്തിക്ക് എന്ത് സംഭവിച്ചു? ഇൻ ദി കോഴ്സ് ഓഫ് ടൈം ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഡിമിനിഷ്ഡ് ബിക്കോസ് എ ട്രാവലിംഗ് ഷോ കെയിം ഇൻ ദി സിറ്റി. ഒരു ട്രാവലിംഗ് ഷോ സിറ്റിയിലേക്ക് വന്നു. എ മിസ്റ്റീരിയസ് വുമൺ വാസ് ദെയർ ആൻഡ് ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ, സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ. കാലക്രമേണ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് ഇടിവ് സംഭവിച്ചു. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കൂടുതൽ നിറഞ്ഞ ഒരു സ്ത്രീ ഉള്ള ഒരു ട്രാവലിംഗ് ഷോ സിറ്റിയിൽ വന്നു. അവരെ കാണാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഈ ഏഞ്ചലിനെ കാണാനായിട്ട് പെലായോ നിശ്ചയിച്ചിരിക്കുന്ന ഫീസിനെക്കാട്ടിൽ വളരെ കുറവായിരുന്നു. തന്നെയല്ല ആ സ്ത്രീ യോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനും കഴിയുമായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദി ഫോളോവിങ് ഫ്രം ദ സ്റ്റോറി. താഴെ 3 കോളം തന്നിട്ടുണ്ട്. അതിന് പുസ്തകത്തിൽ നിന്ന് നമ്മളോട് ആൻസറുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഇമേജറി, സിമിലി, മാജിക്കൽ എലമെന്റ്സ്. ഇത് 3നും ചേർന്ന കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇമേജറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം വായിക്കുമ്പോൾ ആ റീഡറിന്റെ മനസ്സിൽ സെൻസറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇമേജറി. അത് ഒരു കാഴ്ച, നമുക്ക് അത് വായിക്കുമ്പോൾ അത് കണ്ട ഒരു അല്ലെങ്കിൽ കേട്ട അല്ലെങ്കിൽ ടച്ച് ചെയ്ത ഒരു അനുഭവം.
5 സെൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഓഡിറ്ററി ഇമേജറി ഉണ്ട്, വിഷ്വൽ ഇമേജറി ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഇമേജറികൾ ഇവിടെ എഴുതുക. ഫസ്റ്റ് വൺ ഇനോമസ് വിങ്സ്, ചിക്കൻ കൂപ്പ്, ഹ്യൂജ് ബസാർഡ് വിങ്സ്, മഡ് ആൻഡ് റെയിൻ. അതുപോലെ ഓഡിറ്ററി ആണെങ്കിൽ നമുക്കിവിടെ വിസിലിംഗ് എഴുതാം. ഇനി സിമിലി രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതുന്നതാണ് ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച്. ലൈക്ക് എ റാഗ് പിക്കർ, ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ, ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് സ്കെയർക്രോ, ആസ് ഇഫ് he weren't a supernatural creature but a circus animal. Magical elements: wings, mysterious woman, whistling heart, flying old man. Seventh question. The old man finally manages to fly away. Elisenta watches him till he disappears. You may discuss in groups and attempt alternative ending to the story. ഓൾഡ് മാൻ അവസാനം പറന്നു പൊങ്ങി, എലിസന്റെ അത് കണ്ടുകൊണ്ടേ നിന്നു. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക ഈ കഥയ്ക്ക് മറ്റൊരു എൻഡിങ്. ഇങ്ങനെയല്ലാതെ ഈ കഥ വേറൊരു രീതിയിൽ അവസാനിപ്പിക്കാം. അങ്ങനെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Question number 8. Who suffers the most in the story? What does the story tell us about the need for compassion? ഈ കഥയിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്, വിഷമിച്ചത് അല്ലെങ്കിൽ സഹിച്ചത് ആരാണ്? നമ്മളോട് ദയ അല്ലെങ്കിൽ അനുകമ്പയെക്കുറിച്ചൊക്കെ ഈ കഥ എന്താണ് പറയുന്നത്? അതാണ് എട്ടാമത്തെ ചോദ്യം. ഓൾഡ് മാൻ വാസ് ദ മോസ്റ്റ് സഫേർഡ് മാൻ ഇൻ ദിസ് സ്റ്റോറി. When he came there, he was very weak. Then Pelayo became very rich due to his presence. But Pelayo didn't treat him well. Through this story, we saw human mentality of exploitation without compassion. This story tells us about the need for compassion. ഓൾഡ് മാൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ സഹനം അനുഭവിക്കേണ്ടി വന്നത്. വളരെ വീക്കായിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് പെലായോയുടെ ഫാമിലിക്ക് വളരെയധികം ഉയർച്ചയുണ്ടായി. എന്നിരുന്നാലും അവർ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. അതിലൂടെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന ചിലരുടെയെങ്കിലും ഒരു ഹ്യൂമൻ നേച്ചർ, അതാണ് ഇതിനകത്തൂടെ കാണുന്നത്. ഈ സ്റ്റോറി നമ്മളോട് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ വളരെ കമ്പാഷനോട് കൂടി സമീപിക്കണം എന്നാണ്. Go through the story again and list the physical and other traits of the old man and of Pelayo and Elisenta. വീണ്ടും കഥയൊന്നും കൂടി വായിക്കുക. അതിനുശേഷം ഫിസിക്കൽ ആൻഡ് അതർ ട്രേറ്റ്സ്, ശാരീരികമായതും മറ്റ് പ്രത്യേകതകളും ആരുടെയൊക്കെയാണ്? ഓൾഡ് മാൻ്റെ വേണം, പെലായോ, എലിസെൻറ്റ. ആദ്യത്തെ കോളത്തിൽ ഫിസിക്കൽ ട്രേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശാരീരികമായ പ്രത്യേകതകൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് സെക്കൻഡ് കോളം. സിഗ്നിഫിക്കൻസ് ഇൻ ദി സ്റ്റോറി. നമുക്കറിയാം എലിസെൻ്റെയുടെ ഒന്നും ഫിസിക്കൽ ട്രേറ്റ്സ് നമ്മൾ വായിക്കുന്ന ആ പാഠഭാഗത്തിൽ അധികം തന്നിട്ടില്ല. ഇത് അതിനകത്തുനിന്ന് പിന്നെ കണ്ടുപിടിച്ച് എഴുതിയതാണ്. ഓൾഡ് മാൻ്റെ രണ്ട് പ്രത്യേകതകൾ ഇവിടെ തന്നിട്ടുണ്ട് ശാരീരികമായിട്ടുള്ളത്. ഓൾഡ് ആൻഡ് ഫ്രെയിൽ, ഇനോർമസ് വിങ്സ്. ബാക്കി നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പേഴ്സണാലിറ്റി ട്രേറ്റ്സും അദ്ദേഹത്തിൻ്റെ തന്നിരിക്കുന്നത്. മിസ്റ്റീരിയസ് അത് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ എഴുതണം. നമുക്ക് എഴുതാം. ഓൾഡ് മാൻ, ഓൾഡ് ആൻഡ് ഫ്രെയിൽ, ഇനോർമസ് വിങ്സ്, ഫ്യൂ ടീത്ത്, ബോൾഡ് ഹെഡ്. പെലായോ, യങ്, ഹെൽത്തി, hardworking, bailiff. Elisenta, young, hardworking, strong woman, a loyal wife. Personality traits. Old man'dേത് mysterious, silent, patient, tolerant. Pelayo, practical, money-minded, loving father, lack of empathy. Elisenta, loving mother, caring mother, loves luxury. എലിസെൻ്റ കുറച്ച് ഷൂസും ഡ്രസ്സും ഒക്കെ വാങ്ങി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റ് ചെയ്തത്. ലവ്സ് ലക്ഷറി, ലാക്ക് ഓഫ് എംപതി. സിഗ്നിഫിക്കൻസ് ഇൻ ദി സ്റ്റോറി. ഓൾഡ് മാൻ represent the old age, represent magical realism. ഓൾഡ് മാൻ്റെ ആ കോളത്തിൽ രണ്ടെണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. പെലായോ represent the feelings of a father, represent self love,
represent the man who lacks empathy. Elisenta represent a hardworking woman who lacks empathy, a woman who loves luxury life. Now, with the information you have gathered, write brief character sketches of Old Man, Pelayo and Elisenta. നമ്മളിപ്പോൾ അവരുടെ ഫിസിക്കൽ ട്രെയ്റ്റ്സ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് ഈ 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഓൾഡ് മാൻ. Old Man was the major character in the story. He came there as very weak. He is very old, with few teeth and few faded hairs. Neighborhood woman told them that the old man was an angel. The angel spoke unknown language with a sailor's voice. Due to his presence, the child turned to healthy and Pelayo became very rich. ഓൾഡ് മാൻ ആണ് ഇതിനകത്തെ മേജർ ക്യാരക്ടർ. അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടാണ് അവിടെ വന്നു ചേർന്നത്. അടുത്തുള്ള ഒരു സ്ത്രീ പെലായോയോടും ഫാമിലിയോടും പറഞ്ഞു ഇതൊരു ഏഞ്ചൽ ആണെന്ന്. ആ ഏഞ്ചല് ഇവർക്കറിയാൻ വയ്യാത്തൊരു ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് ഒരു ചൈൽഡ്, അവരുടെ വയ്യാത്ത ചൈൽഡ് വളരെ ആരോഗ്യവാനായി. അതുപോലെ തന്നെ ഇവർ വളരെയധികം ധനികരുമായി. He was ignored by all. He suffered silently and patiently. ആ ഓൾഡ് മാനെ എന്നിരുന്നാലും എല്ലാവരും അവഗണിച്ചു. അദ്ദേഹം എല്ലാം നിശബ്ദമായിട്ട് സഹിച്ചു. Once Pelayo thought that he was going to die by the end of the story, he recovered from his illness and got wings. Thus he flew into the air. In this story, he represents weakness and strength of old age. അദ്ദേഹം എല്ലാവരാലും വെറുക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് കിടന്നു. അദ്ദേഹം മരിച്ചു പോകുമെന്ന് പെലായോ കരുതി. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറിയുടെ എൻഡിൽ ഇദ്ദേഹത്തിന് വിങ്സ് ഒക്കെ തിരിച്ചു കിട്ടി, പറന്ന് ആകാശത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പെലായോ. പെലായോ വാസ് എ യങ് മാൻ ഹൂ ലവ്ഡ് വിത്ത് ഹിസ് ഫാമിലി. ബൈ പ്രൊഫഷൻ ഹി വാസ് എ ബെയിലിഫ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ജയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. He found the angel in the mud with broken wings. Pelayo and his family considered the old man as a source of income. പെലായോയും ഫാമിലിയും അദ്ദേഹത്തെ ഒരു ഇൻകത്തിനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് കണ്ടെത്തിയത്. Thus they became rich, but they never gave consideration to him. പക്ഷെ അദ്ദേഹത്തെ അവരൊരിക്കലും പരിഗണിച്ചില്ല. They kept him in a chicken coop. ഒരു ചിക്കൻ കൂപ്പിൽ അദ്ദേഹത്തെ കൊണ്ടിട്ടു. The old man suffered everything without complaint. കംപ്ലൈന്റ് ഒന്നുമില്ലാതെ ഓൾഡ് മാൻ എല്ലാം സഹിച്ചു. When they became rich, Pelayo left his job as bailiff and he built a 2-story building. He was hard-working man, so he set up a rabbit warren for his livelihood. അദ്ദേഹം വളരെ അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. കിട്ടിയ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച് അദ്ദേഹം വലിയ വീട് വെച്ചു. അതിനുശേഷം ഒരു മുയൽക്കൂട് വലിയ രീതിയിലുള്ള ഒരു മുയലിനെ വളർത്താനുള്ള ഒരു സംവിധാനം അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. എലിസെന്റയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഷി വാസ് പെലായോസ് വൈഫ്. പെലായോയുടെ വൈഫായിരുന്നു. ഷീ ഈസ് വെരി ലവിങ് മദർ. വെൻ വി സോ ഹെർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദി സ്റ്റോറി. നമ്മൾ ഈ കഥയിൽ ആദ്യം എലിസെന്റയെ കാണുമ്പോൾ വളരെ ലവിങ് ആയിട്ടുള്ള ഒരു മദറായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം വയ്യാത്ത ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ശരീരത്തൊക്കെ കംപ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. She was compressing her sick child. She was very practical. When their sick child recovered from illness, she became magnanimous towards old man. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കുട്ടിക്ക് അസുഖം ഭേദമായപ്പോൾ ഓൾഡ് മാനോട് വളരെയധികം അനുകമ്പയൊക്കെ തോന്നിയിരുന്നു. പിന്നീട് അത് മാറി. She always worked for the welfare of family. ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എലിസെന്റ് പ്രവർത്തിച്ചത്. She bought some expensive dress and silk shoes with the money which they obtained due to the presence of the old man. ഓൾഡ് മാൻ്റെ ഒരു പ്രസൻസ് കാരണം ലഭിച്ച പണം ഉപയോഗിച്ച് ധനികരൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഷൂസും ഡ്രസ്സുകളും ഒക്കെ എലിസെന്റ് വാങ്ങിക്കൂട്ടി. When she saw the old man was flying into the air, she felt relieved. At the end ഓൾഡ് മാൻ പറന്നുയരുന്നത് കണ്ടപ്പോൾ എലിസെന്റയ്ക്ക് വളരെ ആശ്വാസമാണ് തോന്നിയത്.